ആറ്റുനോറ്റൊരു ബ്രോസ്റ്റ് ഉണ്ടാക്കിയതാണ്. അതാവട്ടെ എയറിലും ആയി. അതാണ് എയറിലായ ബ്രോസ്റ്റ്. പരീക്ഷണമാവട്ടെ എയർ ഫ്രയറിലായിരുന്നു. നമുക്ക് കഥ ഇവിടുന്ന് തുടങ്ങാം. ആദ്യം കുറച്ച് ചിക്കൻ വെട്ടിയുണ്ടാക്കി, ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒരു ബൗളിലേക്ക് ആ ചിക്കനൊക്കെ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം, എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര, കുറച്ചെന്ന് പറയുമ്പോൾ നിങ്ങളൊരു 3 ടീസ്പൂൺ കരുതിക്കോ. അതിനുശേഷം ഒരു 2-3 പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് കലക്കി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം നന്നായിട്ടൊന്ന് അരച്ച് അതും ആ വെള്ളത്തിലോട്ട് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് കലക്കി. ഇനി വിനാഗിരിയോ നാരങ്ങാനീരോ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുത്ത് ആ വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കുക. ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂർ 6 മണിക്കൂർ ആ വെള്ളത്തിൽ അങ്ങനെ കിടക്കണം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ മുട്ടയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് പാലും ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് കലക്കി നന്നായിട്ട് അടിച്ചേ. ഇതുപോലെ നന്നായിട്ട് അടിച്ച് വെക്കണേ. എന്നിട്ട് ഈ മിക്സിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഈ ബ്രോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ബ്രോസ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. ഇങ്ങേര് വിപ്ലവം സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഇങ്ങേരുടെ വല്ലാത്തൊരു ഫാനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വല്ലാതെ പരീക്ഷിച്ചിട്ടില്ല. കാരണം വല്ലവരും ഉണ്ടാക്കി തരുന്നത് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കൽ കുറച്ച് ബാക്കിക്കാണ്, പ്രത്യേകിച്ച് നോൺ വെജ്. പക്ഷേ പരീക്ഷണങ്ങൾ നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. എല്ലാ കഥകളിലും സിനിമകളിലും ക്ലൈമാക്സ് നല്ല തന്നെ ആവണമെന്നില്ലല്ലോ, അല്ലേ? അതുപോലൊരു ക്ലൈമാക്സിലേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത്. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു കഥയുണ്ട്. എൻ്റെ തന്നെ കഥയാണേ. 9th-ലാണോ 10th-ലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ ഏതോ ഒരു കാലയളവിൽ സ്കൂളിൽ ബിരിയാണി കോമ്പറ്റീഷൻ നടന്നു. എൻ്റെ 3 ഫ്രണ്ട്സ് എന്നെ വിശ്വസിച്ച് ഞങ്ങളെ പേര് അതിൽ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നാടൻ സ്റ്റൈലിൽ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാവരും വന്ന് ഭയങ്കര പുകഴ്ത്തലായിരുന്നു. കൂടുതലും ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചവർ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും എനിക്ക് ബിരിയാണി കച്ചവടമായിരുന്നു എന്ന്. അല്ല, ബിരിയാണി എന്ന് പറഞ്ഞത് ഞാൻ പണ്ട് മുതലേ പറഞ്ഞല്ലോ, എനിക്ക് ഈസി ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു ഫുഡാണ്. എൻ്റെ ലഞ്ച് മിക്കപ്പോഴും അതായിരിക്കും. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണല്ലോ. അതിനാണെങ്കിൽ ഒരുപാട് ഫാൻസും ഉണ്ടാവും. സംഭവം ചിക്കനും മട്ടനൊന്നും അതിലില്ലെങ്കിലും ഉച്ചയ്ക്ക് എൻ്റെ പാത്രം തുറക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരിക്കും. ഞാൻ വലിയ സംഭവമായിട്ടൊന്നുമല്ല, ഇതുപോലെ എന്തെങ്കിലും ഉടായിപ്പ് ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എനിക്കെന്നും ഫുഡ് ഉണ്ടാക്കാൻ വലിയ താല്പര്യമായതുകൊണ്ട് തന്നെ എൻ്റെ മിക്ക ലഞ്ചും ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ആ ബിരിയാണി കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പോൾ എല്ലാവരും വന്ന് പുകഴ്ത്തി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബിരിയാണിയിലേക്ക് ഇടാൻ ഞാൻ അങ്ങോട്ട് മറന്നുപോയി. അതങ്ങോട്ടോ ഇങ്ങോട്ടോ തീങ്ങിപ്പോയി എന്ന് വേണം പറയാൻ. പക്ഷേ എന്തോ ലക്ക് അവിടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും സെക്കൻഡ് പ്രൈസ് കൊണ്ട് ഞങ്ങൾ പോന്നു. അതൊക്കെ ഒരു കാലം. അതുപോലെ ഇത്തവണ ഞാൻ മറന്നതൊന്നുമല്ല കേട്ടോ. പരീക്ഷണങ്ങളാണല്ലോ. പരീക്ഷണങ്ങൾ ചിലപ്പോൾ വിജയിച്ചേക്കാം, തോറ്റേക്കാം, അല്ലേ? എൻ്റെ വീട്ടിൽ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നതിൽ വലിയ പുള്ളി ഞാൻ കണ്ടതിൽ എൻ്റെ അമ്മായിയുടെ മോൻ തന്നെയാണ്. അവൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കുവേ. അവനുണ്ടാക്കുന്ന ഫുഡുകളൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ ഈ മൂത്ത മക്കൾക്ക് അങ്ങനൊരു ഭാഗ്യം എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കും. ഞങ്ങളുടെ ഉമ്മമ്മ, അതായത് ഉപ്പയുടെ ഉമ്മ, ആളങ്ങനെ കിച്ചണിൽ കയറുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും പുറത്ത് ഓരോ പരിപാടികളിലായിരിക്കും. കൃഷിയാണ് ആളുടെ മെയിൻ. അതുകൊണ്ട് ആൾ പണിക്കാരെ നോക്കിയിട്ടും പണിയെടുത്തും അങ്ങനെ നടക്കും. അമ്മായികളും അതുപോലെ തന്നെ ഉമ്മയും മേമാരും ഒക്കെയാണ്, മൂത്തമ്മയും ഒക്കെയാണ് അടുക്കളയിൽ നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തോന്നുന്നു
എൻ്റെ മൂത്തമ്മയും ഉമ്മയും പിന്നെ എൻ്റെ ആൻറ്റിയൊക്കെ ഞങ്ങൾ മൂത്ത മക്കളെ ഇങ്ങനെ പണിയെടുപ്പിക്കാൻ കാരണം അവർ വിചാരിച്ച് കാണും ഞങ്ങൾ വലുതായി കഴിഞ്ഞാൽ അവർക്ക് നല്ല കൈയും വീശി നടക്കാമല്ലോ എന്ന്. ഹാ, ഞങ്ങൾ മൂത്ത കുട്ടികളെ മാത്രമേ അവർക്കതിന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അവർക്കിട്ട് പണിതിട്ടും ഞങ്ങൾക്കിട്ട് പണിതിട്ടും മാത്രമേ ഉള്ളൂ. അത് വേറെ കാര്യം. നമ്മുടെ ബ്രോസ്റ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണ്ടേ. ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. തോറ്റവരുടെ കഥയോ തോറ്റ പരീക്ഷണങ്ങളോ ചരിത്രത്തിലെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ അല്ലേ? പക്ഷേ തോൽവിയിൽ നിന്നാണ് ജയമുണ്ടായതെന്ന് സമ്മതിക്കുന്നവരും കുറവല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയകളൊക്കെ നിങ്ങൾ കണ്ടേക്കും. ഇതിലെന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതും പറയൂ. ഇതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു കഥയും കൂടെ പറഞ്ഞുതരാം. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത്, കല്യാണം കഴിഞ്ഞ് 1-2 ദിവസമായിട്ടുള്ളൂ, ഐ തിങ്ക് 1 വീക്ക് ആയിട്ടുണ്ട് തോന്നുന്നു. അതിനിടയിലുള്ള ഹസ്ബൻഡിൻ്റെ ചെറിയ മേമാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പാവത്തിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കിയത് ഞാനായിരുന്നു. അതൊരു പരീക്ഷണമായിരുന്നു. ഫസ്റ്റ് ടൈമായിരുന്നു കേക്ക് മിക്സ് കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കൽ. കൃത്യമായ അളവും കോലും ഇല്ലാതെ ആ സാധനം ഉണ്ടാക്കിയാൽ അതുണ്ടോ നേരാവുന്നു? അന്നത്തെ എന്തോ വെപ്രാളത്തിലും എന്തോ മൈൻഡ് സെറ്റിലും ആ സാധനം ഉണ്ടാക്കുകയും ചെയ്തു. അതങ്ങട് അടികരിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ മൂപ്പത്തിയരുടെ വിശാല മനസ്കത കൊണ്ട് ഞങ്ങളത് കട്ട് ചെയ്തു കേട്ടോ. അതിൻ്റെ നല്ല ഭാഗം ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചു. പാവം ഇന്നും നല്ല സന്തോഷത്തോടെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഒരാൾ കേക്ക് ഉണ്ടാക്കി തരുന്നതെന്നൊക്കെ, ഞാൻ കേക്ക് മുറിക്കുന്നതെന്നൊക്കെ. പക്ഷേ എനിക്കതൊരു വല്ലാത്ത സങ്കടമാണ് എന്നും. ആദ്യമായിട്ട് അങ്ങനെ ഒരാൾ കൊടുക്കുമ്പോൾ അതെത്രയായാലും നന്നായിട്ട് കൊടുക്കണമായിരുന്നു. ഇൻഷാ അല്ലാ നെക്സ്റ്റ് ടൈം ഞാൻ അടിപൊളിയായിട്ട് കൊടുക്കും. ഇത് കുറേ കാലമായി വിചാരിക്കൽ തുടങ്ങിയിട്ട്, പക്ഷെ നടന്നിട്ടില്ല. അങ്ങനെ നടക്കാത്ത എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും നമ്മുടെയൊക്കെ ലൈഫിൽ അല്ലേ? ചിലതൊക്കെ എപ്പോഴെങ്കിലും നടക്കും ഇൻഷാ അല്ലാ. നമ്മുടെ ബ്രോസ്റ്റ് കഥയുടെ എൻഡിലേക്ക് അടുത്തിട്ടുണ്ട് കേട്ടോ. എയർ ഫ്രയറിലേക്ക് ആളെ വെച്ചു. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സക്സസ് എന്ന്. കാണുന്നതൊന്നുമല്ല സത്യം മക്കളെ, വായിൽ വെക്കാൻ പറ്റിയിരുന്നില്ല. അവസാനം അങ്ങേരെടുത്ത് ഞാൻ എണ്ണയിലോട്ടൊന്ന് വറുത്തെടുത്തു. എന്നിട്ടും യാതൊരു ബലവുമില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അടിപൊളി ബ്രോസ്റ്റ് എന്ന്? ഒരിക്കലുമല്ല. വായിൽ വെക്കാൻ പോയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത സങ്കടമായിരുന്നു. പക്ഷെ ഞാൻ തളർന്നില്ല. അതിൻ്റെ തോലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഫ്ലഷ് മാത്രമേ ഇതുപോലെ ഞാൻ അങ്ങോട്ട് അരിഞ്ഞു. ആകാശം ഇടിഞ്ഞു വീണാലും നമ്മുടെ ധൈര്യം ഒരിക്കലും കളയരുതെന്ന് എന്നെ പഠിപ്പിച്ച ഒരു ഉപ്പയുടെ മോളാണ് ഞാനുണ്ടോ തോറ്റെടുക്കാൻ പോകുന്നു. നമ്മുടെ കുക്കർ അങ്ങോട്ട് എടുത്തു. വലിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് അങ്ങോട്ട് ഇട്ട് വഴറ്റി അതിലേക്ക് നമ്മുടെ ഈ ചിക്കനും അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ മല്ലിപ്പൊടി ഇവയെല്ലാം ഇട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു നന്നായിട്ട്. കുറച്ച് ക്യാരറ്റും ഇട്ടു. എന്നിട്ട് അതിലേക്ക് കുറച്ച് റൈസ് കഴുകി, അത് ബിരിയാണി റൈസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, കഴുകിയിട്ട് അതിലോട്ട് ഇട്ടു. കുറച്ച് നമ്മുടെ ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, റൈസ് വറ്റാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കറിൽ വെച്ച് ഒറ്റ വിസിലണ്ട് അടിച്ചു. അടിപൊളി ബിരിയാണി റെഡി. ഇതിലും വലുത് വേറൊന്നുമില്ല. എന്നെ ചതിക്കാത്ത എൻ്റെ സ്വന്തം ബിരിയാണി. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് എല്ലാവരും നന്നായിട്ട് കഴിച്ചു. അത്രേ ഉള്ളൂ. ഇതുപോലെ ഉടഞ്ഞുപോയ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് പല രീതിയിൽ നമ്മുടെ ഉമ്മമാർ തന്നിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ ലൈഫിലൊരു പ്രചോദനമായിട്ടും വേണ്ടത്. തോറ്റുപോയാലും ദുഃഖിക്കരുത്. തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടി തന്നെയാണ്. തോറ്റ് ജയിച്ചവർക്കേ ഇത് പറയാനും പറ്റുള്ളൂ. ബ്രോസ്റ്റ് ട്രൈ ആക്കിയില്ലെങ്കിലും ഇത് ട്രൈ ആക്കോണ്ടു. ബിരിയാണി അല്ല കേട്ടോ ട്രൈ ആക്കാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ഈ വാക്കാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.